എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മത്തങ്ങയും ചേനയും അതുപോലെ വൻപയറും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ തലേന്ന് കുറച്ച് പയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയിരുന്നപ്പോൾ കഴുകി വാരിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിക്കാൻ നേരത്ത് അതിലേക്ക് വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 3/4 ഭാഗം വെന്തിട്ടുള്ളൂ, നല്ലോണം വെന്തിട്ടില്ല. ബാക്കി കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് ബാക്കി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി നമുക്ക് മത്തങ്ങയും ചേനയൊക്കെ നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് ചെറിയ പീസുകളാക്കി എടുക്കുക. ഏകദേശം ഈ ഒരു സൈസിലെടുത്തിട്ട് അതുകൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 2 വിസിലടിച്ചാൽ മതി. ചേനയൊക്കെ വേകേണ്ടതല്ലേ, അതുകൊണ്ട് ഒരു 2 വിസിലടിച്ചാൽ മതി. ഇനി നമുക്ക് നടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന സമയത്ത് കറിക്ക് അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ എടുക്കാം. അതിലേക്ക് ഒന്നെങ്കിൽ ചെറിയ ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് നരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു സമയത്ത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇത് നമുക്കത് കുക്ക് ചെയ്യാൻ വേണ്ടി ആ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇത് കൊഴുപ്പൊക്കെ കിട്ടും. നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ റെഡിയാവും. കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് തണുക്കും തോറും ഒന്നുകൂടെ കുറുകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഗ്രേവിയൊക്കെ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ഞാൻ അടുപ്പൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ താളിച്ചിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഇവിടെ ഫൈനലി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റി നല്ല അടിപൊളിയായിട്ടുള്ളൊരു നാടൻ കറിയാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ.